ഷെഡ്യൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂയിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസ്യൂം യു ഹാവ് ദി ഫോളോവിങ് ജോബ്സ് ഇൻ ദി സിസ്റ്റം ദാറ്റ് ടു ബി എക്സിക്യൂട്ടഡ് വിത്ത് എ സിംഗിൾ പ്രൊസസ്സർ. Process ID, arrival time, burst time of 5 different processes were given. You need to create a Gantt chart illustrating the execution. Find the average waiting time, average turnaround time for the above process when system use preemptive scheduling, RR scheduling. അപ്പോൾ പ്രിയമിറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമിറ്റീവ് SJF ഷെഡ്യൂളിംഗ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് SJF ഷെഡ്യൂളിംഗ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്. ഇനി പ്രീ എമിറ്റീവ് SJF ഷെഡ്യൂളിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം അത് SRTF ആണ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അതും ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിതിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ടൈം ക്വാണ്ടം 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂ വരച്ച് വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗാണ്ട് ചാർട്ടും വരയ്ക്കാം. ഇതിൽ ഇനീഷ്യലി നമുക്ക് 0th ടൈമിൽ P0 വന്നിട്ടുണ്ട്. അപ്പോൾ P0നെ ഫസ്റ്റ് ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യാം. ഗാണ്ട് ചാർട്ടിൽ 0th P0 പ്ലേസ് ചെയ്തു. 15 ആണ് ടൈം സ്ലോട്ട്. സോ 15 വരെ അതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 75 ആണ് നമ്മുടെ ബേസ്റ്റ് ടൈം. അതിൽ 15 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കിനിയുള്ളത് 60 ആണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ദെൻ ഇത് 15 ആയ സമയത്ത് അറൈവൽ ടൈം 10 വച്ചിട്ട് P1ഉം P2ഉം വന്നിട്ടുണ്ട്. അവരെ നമുക്ക് ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ P0നെ പ്രീമിറ്റ് ചെയ്തിട്ട് ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ P0 ഓൾറെഡി എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇനി നെക്സ്റ്റ് അപ്പോൾ ആര് വരും, P1 വരും. P1ഉം 15 അലോക്കേഷൻ കൊടുക്കും. 15 അലോക്കേഷൻ വരുമ്പോൾ 30 വരും. P1ൻ്റെ ബേസ്റ്റ് ടൈം 40 ആണ്. 15 കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കി ഇനി 25 ആണുള്ളത്. ദെൻ നമുക്ക് P1ൻ്റെ കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ P1 നമുക്ക് പ്രീമിറ്റ് ചെയ്യാം. ദെൻ ഇപ്പോൾ 30യിൽ വേറെ ആരും വന്നിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റ് P2നെ ചെയ്യാം. P2നും ടൈം സ്പേസ് നമുക്ക് 15 കൊടുക്കുകയാണെങ്കിൽ 45. അപ്പോൾ ഇവിടെ 25 ആണ് ടോട്ടൽ ബേസ്റ്റ് ടൈം. അതിൽ നിന്ന് 15 പോകുവാണെങ്കിൽ റിമൈനിങ് ഇനി 10 ഉണ്ട്. P2നെ പ്രീമിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ 45 ആയി. 45ലും ആരും വന്നിട്ടില്ല. സോ P2 ഓൾറെഡി എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് P0 വരും. P0ക്ക് 15 കൊടുക്കുമ്പോൾ 60 ആയി. അപ്പോൾ 60ക്കുള്ളിൽ P3 വന്നിട്ടുണ്ട്. അപ്പോൾ P3നെ ഫസ്റ്റ് ഷെഡ്യൂൾ വെച്ചാൽ ക്യൂവിലേക്ക് വയ്ക്കുക. അതിനുശേഷം P0നെ പ്രീമിറ്റ് ചെയ്തിട്ട് ക്യൂവിലേക്ക് വയ്ക്കുക. P0യുടെ എക്സിക്യൂഷൻ ഇവിടെ കഴിഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് P1ന് ഇനി 25 വേണ്ടേ. അതിൽ 15 പോയി കഴിഞ്ഞാൽ റിമൈനിങ് 10. അപ്പോൾ നമുക്ക് P1 15 ആണ് ടൈം സ്പേസ്. സോ 75. ദെൻ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് P1നെ ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യാം പ്രീമിറ്റ് ചെയ്തിട്ട്. 75ൽ ആരും വന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് അടുത്തത് P2 ആണ്. P2ന് ഇനി 10 കൂടെ മതി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ P2ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. 10 കൊടുക്കുമ്പോൾ ഇവിടെ 85 വരും. ദെൻ P2ന് അപ്പം ഇനി നമുക്കിനി ക്യൂവിൽ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. 85ലും ആരും വന്നിട്ടില്ല. നെക്സ്റ്റ് P3 ആണ്. P3നെ ഷെഡ്യൂൾ ചെയ്യാം. P3ക്ക് 30 ആണുള്ളത്. അപ്പോൾ അതിന് 15 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 വരും. ഇവിടെ നമുക്ക് 30 മാറി. ഇനി നമുക്കിനി എത്ര കൂടെയുണ്ട്, 15 കൂടെയുണ്ട്. അപ്പോൾ P3നെ ഇനി പ്രീമിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വച്ചിട്ടൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ P3നെ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ 100ന് മുന്നേ ആരാ വന്നിരിക്കുന്നത്, P4 വന്നിട്ടുണ്ട്. അപ്പോൾ P4നെ ക്യൂവിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, P3നെ പ്രീമിറ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. ദെൻ നമുക്കിനി നെക്സ്റ്റ് P3യുടെ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് P0നെ അലോക്കേറ്റ് ചെയ്യാം. P0 ഇനി എത്രയുള്ളത്, 60. 15 ആണ് നമ്മുടെ ടൈം സ്പേസ്. അപ്പോൾ 15 പോയി കഴിഞ്ഞാൽ ബാക്കി 45. സോ ഇവിടെ 15 വരുമ്പോൾ 115. ദെൻ P0യുടെ എക്സിക്യൂഷൻ കഴിഞ്ഞു. എല്ലാ പ്രോസസ്സും നമ്മൾ ഷെഡ്യൂളിങ് ചെയ്തിരുന്നു. ഇനി നമുക്ക് P0നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. P0നെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് P1 10 മതി. അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക്
10 വന്നിട്ട് 125 വന്നു. P1 കഴിഞ്ഞു. ദെൻ P1 കംപ്ലീറ്റ് ആയിട്ട് ഇനി നമുക്കിവിടെ അലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് P4 45 സോ 15 പോയി കഴിഞ്ഞാൽ ബാക്കി അത് 30 വരും. ഇവിടെ 15 വരുമ്പോൾ 140 വരും. ദെൻ P4ന് ശേഷം P4ൻ്റെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിനെ പ്ലേസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് P3 ആണ്. P3ക്ക് 15 കൊടുത്തു കഴിഞ്ഞാൽ P3യുടെ കംപ്ലീഷനായി. സോ P3 വന്നിട്ട് 155. ദെൻ P3 കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് P0 45 ആണ്. 45 നമുക്ക് 15 എടുക്കുമ്പോൾ നമുക്ക് 160 170 വരും. റിമൈനിങ് P0 പിന്നെയും അലോക്കേറ്റ് ചെയ്യും. ദെൻ അപ്പോൾ ഇവിടെ നമുക്കവിടെ കറസ്പോണ്ടിങ്ലി 30 ആവും. ഇവിടെ 30 ആണ്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, P4ന് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ 185 P0. ഇനി P4ന് ഒരു റൺ കൂടെ വേണം. സോ അതായത് 15 കൂടെ വരാനുണ്ട്. ദെൻ P0 ആണെങ്കിൽ 30 വേണം. സോ P0 അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ 192 ടൺ. ദെൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഗാൺ ചാർട്ടാണ് ഈ കാണുന്നത്. P0ക്ക് ശേഷം ഇനി P4 കൂടെ വരും. ബാക്കി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം തന്നെ പ്രോസസ് ID, അറൈവൽ ടൈം, ബേഴ്സ്റ്റ് ടൈം, വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, അതായത് ഓരോന്നും എവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P0 കംപ്ലീറ്റ് ആവുന്നത് 200-ലാണ്. ദെൻ വെയിറ്റിംഗ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം. റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.